തൻ്റെ ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്തിന് കാര്യമായ പ്രശ്നമുണ്ട്, മറ്റുള്ളവരുടെ പോലെയൊന്നുമല്ല എന്നിങ്ങനെ സ്ഥിരമായിട്ട് അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക, അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് വറീഡാകുക, ഇത്തരം ലക്ഷണങ്ങളുള്ള ആളുകളെക്കുറിച്ചാണ് നമ്മൾ സാധാരണ ഡിസ്മോർഫോഫോബിയയുടെ ലക്ഷണങ്ങളായിട്ട് നമ്മൾ കാണാറുള്ളത്. OCDയുടെ ഒരു ഭാഗമായിട്ടാണ് ഈ ഡിസ്മോർഫോഫോബിയയുടെ പല ലക്ഷണങ്ങളും നമുക്ക് കാണാൻ പറ്റാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ തൻ്റെ ശബ്ദത്തിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, തൻ്റെ നോട്ടത്തിന് ചില പ്രശ്നങ്ങളുണ്ട്, തൻ്റെ നടത്തത്തിന് പ്രശ്നങ്ങളുണ്ട്, ഞാൻ ഒരു പെണ്ണ് നടക്കുന്നത് പോലെയാണോ ഞാൻ നടക്കുന്നത്, എൻ്റെ നോട്ടത്തിൽ എന്തോ പിശകുണ്ടോ, എൻ്റെ സംസാരമൊക്കെ ഒരു സ്ത്രീയുടെ ശൈലിയായിട്ട് മാറുന്നുണ്ടോ എന്നിങ്ങനെ എപ്പോഴും ഇതിനെക്കുറിച്ച് തന്നെ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡായ ഒരു വ്യക്തി നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. ഹലോ ഓൾ, സംസാരിക്കുന്നത് നാസിഫ് അഹമ്മദ്, ഹെലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ വലിയ സങ്കടത്തോടു കൂടി കൗൺസിലിങ്ങിന് വന്നൊരു വ്യക്തിയുടെ ഒരു കഥയാണ്. അദ്ദേഹം ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ സാമാന്യം കുഴപ്പമില്ലാത്തൊരു ജോലിയും സാലറിയും ഒക്കെയാണ്, വീട്ടിലൊക്കെ വളരെ സമാധാനമാണ്, അങ്ങനത്തെ ഒന്നും യാതൊരു പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ പുറമേ നോക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല, എല്ലാ നിലക്കും ഭദ്രമായിട്ടുള്ളൊരു ജീവിതമൊക്കെയാണ് അയാൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ അയാൾ മനസ്സ് തുറന്നപ്പോഴാണ് ഭയങ്കര സങ്കടത്തിൻ്റെ ഒരുപാട് കാലത്തെ വിഷമങ്ങളൊക്കെയാണ് അയാൾ നമ്മളോട് പങ്കുവെക്കാനുണ്ടായിരുന്നത്. പ്രത്യേകിച്ചും ഇത് അയാളുടെ ഒരു പ്രൈവറ്റ് ലൈഫിലുള്ള ഒരു വിഷയം ആയതുകൊണ്ട് തന്നെ വേറൊരാളോടും അയാൾക്ക് പറയാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇതൊരാളോട് പറഞ്ഞാൽ അയാളത് എങ്ങനെയാണ് ഇതിനെ സ്വീകരിക്കുക, ഇതിനെ ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റുമോ, ഇനി അതല്ല എന്നെ കളിയാക്കുകയാണ് ചെയ്യുക, എന്നെ അവർ ജഡ്ജ് ചെയ്യില്ലേ, എന്നെ പിന്നീട് അവരെങ്ങനെയാണ് നോക്കുക, ഇത്തരത്തിലുള്ള ഒരുപാട് ധാരണകൾ ഉള്ളത് കൊണ്ടായിരിക്കും പലരും ഈ കാര്യങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്തത്. അത്രയും അടുത്തൊരു വ്യക്തിയോട് മാത്രമേ അവർക്ക് പറയാൻ പറ്റൂ. ഇനി അവരോട് പറഞ്ഞാൽ തന്നെ അവരതിനെ എങ്ങനെ എടുക്കും, ഏത് രൂപത്തിലുള്ള മറുപടി നൽകുന്ന കൂടി അവർക്കറിയില്ല. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിലും അതുതന്നെയായിരുന്നു പ്രശ്നങ്ങൾ. ഇയാൾ ഈ ഒരു ബുദ്ധിമുട്ട് തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. ഗൾഫിലേക്ക് വരുന്നതിന് മുമ്പേ തൻ്റെ ചെറിയ കാലത്ത് ഉണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളിൽ നിന്നാണ് ഇയാൾക്ക് ഇതിനെക്കുറിച്ചുള്ള ചില സംശയങ്ങൾ, ചില ചിന്തകളൊക്കെ ഇയാളുടെ തലയിൽ കയറിപ്പറ്റിയത്. പിന്നീട് അങ്ങോട്ട് അത് വളർന്ന് ഇയാളുടെ മാനസിക നില തന്നെ താറുമാറാക്കുന്ന രൂപത്തിൽ, സന്തോഷം കെടുത്തുന്ന രൂപത്തിൽ അത് വളർന്ന് വലുതാകുകയാണ് ഉണ്ടായത്. ഇയാൾ പണ്ടെങ്ങോ ജോലി ചെയ്ത സമയത്ത് അവിടെ അയാളുടെ ബോസ് ഇത്തരത്തിലുള്ളൊരു സ്വവർഗാനുരാഗിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ബോസും ഇയാളും തമ്മിലൊരു അടുപ്പം കണ്ടിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ജോലിക്കാർ ഇയാളോടുള്ള ചെറിയൊരു അസൂയ എന്നുള്ള നിലക്ക് ഇയാളെയും കൂടി ഇയാളും നിങ്ങളൊരു സ്വവർഗാനുരാഗിയാണ്, ഒരു ഹോമോസെക്ഷലൊക്കെ ആണ് എന്നുള്ള നിലക്ക് അവർ പറഞ്ഞു പരത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് അന്ന് തന്നെ അയാൾക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ടായിരുന്നൊരു വിഷയമായിരുന്നു. പക്ഷേ പിന്നീട് നമ്മളിപ്പോൾ ഇങ്ങനെ പറയാറുള്ളൊരു വിഷയമാണല്ലോ, സ്ഥിരമായിട്ട് നമ്മളൊരു കുട്ടിയോട് നീ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിൽ തന്നെ എവിടെയോ അത് കയറിയിട്ടുണ്ടാകും, ഞാനിനി ഒന്നും കൊള്ളാത്തവനാണോ എന്നുള്ളൊരു ചിന്ത കയറുന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അതേപോലെ തന്നെ ഒരുപാടായിട്ട് തൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ തന്നെ ഇയാളെ നിങ്ങളൊരു ഹോമോസെക്ഷലാണ്, ഹോമോസെക്ഷുവാലിറ്റി ഒക്കെ ആണ് നിങ്ങളുടെ ജീവിതം എന്നൊക്കെ അപ്പോൾ ആ ഒരു പറച്ചിലിൽ നിന്നാണ് ഇയാളും ചിന്തിച്ചു തുടങ്ങിയത്, ഇനി ഞാനെങ്ങാനാണും ആ രൂപത്തിലാണോ, എൻ്റെയും ഈ സെക്ഷൽ ലൈഫിലൊക്കെ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നുണ്ടോ, എൻ്റെയും ഈ രൂപത്തിലാണോ എൻ്റെയും ചിന്താഗതികളൊക്കെ പോകുന്നത്, ഏതെങ്കിലുമൊക്കെ പുരുഷനെ കാണുമ്പോഴേക്ക് എനിക്ക് ഈ രൂപത്തിലുള്ള ചിന്തകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ടോ. ഇതൊക്കെയായിരുന്നു അയാളുടെ ഈ ഒരു രോഗത്തിൻ്റെ ആരംഭഘട്ടം. പിന്നീട് അങ്ങോട്ട് വളർന്ന് വലുതാകുകയാണ്. ഇപ്പോൾ അയാൾക്ക് ഈ ഒരു ചിന്താഗതി മാറിയിട്ടുണ്ടോ എന്നുള്ള മാത്രമല്ല, മറിച്ച് തൻ്റെ നടത്തത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ഞാനിപ്പോൾ ഒരു സ്ത്രീ നടക്കുന്നത് പോലെയൊക്കെയാണോ ഞാൻ നടക്കുന്നത്, അതേപോലെ എൻ്റെ സംസാര ശൈലിയൊക്കെ ഒരു പുരുഷൻ സംസാരിക്കുന്നതൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്, അതൊക്കെ മനുഷ്യന്മാർ നോക്കുന്നുണ്ട്, ജനങ്ങളൊക്കെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ആളുകളോട് ഇടപഴകാനുള്ള ആ ഒരു കഴിവ്, അതിൽ വരെ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിയോ, എൻ്റെ രൂപത്തിലും ഭാവത്തിലും മട്ടിലും എല്ലാത്തിലും ഞാനൊരു സ്ത്രീയായിട്ട് മാറുകയാണോ എന്ന ഒരു കലശലായ പേടിയിലാണ് അയാൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾക്ക് ഒരു കോൺഫിഡൻസും ഇല്ല.
അവിടെ വർക്ക് ചെയ്യുന്നിടത്തൊക്കെ വലിയ ഒരുപാട് ആളുകൾ ഇയാളുടെ അണ്ടറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ മുമ്പിലൊക്കെ നമ്മളൊരു സൂപ്പർവൈസർ അല്ല അവരെയും കൂടി നോക്കാനുള്ള ഒരാളാകുമ്പോൾ സ്വാഭാവികമായിട്ട് നല്ലൊരു കോൺഫിഡൻസോടുകൂടി നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ടാവും, അവരെ തിരുത്താനുണ്ടാവും, അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഉണ്ടാവും. പക്ഷേ ഇയാൾക്ക് ഈ ഒരു വിഷയങ്ങളൊക്കെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസും ഇല്ല. എന്ന് മാത്രമല്ല, ഈ കോൺഫിഡൻസ് ഇല്ലായ്മ ഇയാളുടെ താഴെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട്. അവർ പലപ്പോഴും ഇയാളിട്ട് ഇങ്ങനെ കളിയാക്കുകയാണ് ഈ ഒരു വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇതൊക്കെ അയാൾ ചിന്തിച്ചിങ്ങനെ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങളാണെന്നാണ് പിന്നീട് അയാൾക്ക് തന്നെ നമ്മൾ കൗൺസിലിംഗ് ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. അയാൾ തന്നെ ഒരു കോവർക്കർ, ഇയാളുടെ ഒരു അടുത്തൊരു സുഹൃത്തു നിന്ന് പരിചയപ്പെടുത്തിയ ആളെയും കൂടി അയാൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ചിന്തയാണ് എല്ലാ സമയത്തും ഇയാൾ ചിന്തിച്ചും കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചിന്തിച്ച് തനിക്കെന്തെങ്കിലുമൊക്കെ മാനസിക രോഗങ്ങൾ വരുമോ, തന്നെ ഇനി ആർക്കും പറ്റാത്ത രൂപത്തിലേക്ക് മാറുമോ, നാട്ടിൽ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ട്, ഇനിയിപ്പോൾ അവർ തന്നെ എന്നെ വെറുത്ത് തുടങ്ങുമോ, ഇനി നാട്ടുകാരറിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി, അവരൊക്കെ ഇപ്പോൾ എന്നെ ഒരു ഹോമോസെക്ഷൽ എന്നുള്ള നിലയ്ക്ക് എന്നെ മുദ്ര കുത്തുമോ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രയാസങ്ങളൊക്കെയാണ് ഇയാളുടെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇയാളുടെ അടുത്ത് വർക്ക് ചെയ്യുന്ന വളരെ വിശ്വസ്തനായിട്ടുള്ളൊരു സുഹൃത്തിനെയും കൂടി ഇയാൾ കൗൺസിൽ ചെയ്യുന്ന സമയത്ത് എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാളോട് ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞു, സാർ ഇതൊക്കെ അയാളുടെ ചിന്തകൾ മാത്രമാണ്, തോന്നലുകൾ മാത്രമാണ്, അല്ലാതെ വേറൊരാൾ അയാൾ ഒന്നും ചെയ്യുന്നില്ല. ഇയാളുടെ ഒരു നടത്തം കണ്ടിട്ടും ഒരു മട്ടും ഭാവം കണ്ടെന്ന് ഒരാളും പറയുന്നില്ല ഒരു സ്ത്രീയുടെ ശൈലിയിലാണ് ഇയാൾ നടക്കുന്നത്, ഒരു സ്ത്രീ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്, അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ അയാൾ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടുന്നതാണ്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മൾ പലപ്പോഴും ഈ OCD ഉള്ള ആളുകൾ നമുക്ക് കാണാൻ പറ്റുക. അവർ തന്നെ പലപ്പോഴായിട്ട് പല രൂപത്തിൽ ഓവർ തിങ്ക് ചെയ്ത് ഈ വിഷയങ്ങളൊക്കെ ചിന്തിച്ച് വലുതാക്കി എടുക്കുന്നതാണ് ഇതിലൊക്കെ ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ നമുക്കൊക്കെ ഏതെങ്കിലും ഒരു സമയത്ത് തോന്നിപ്പോവും, എൻ്റെ നടത്തമൊക്കെ ഇപ്പോൾ സ്ത്രീകൾ നടക്കുന്നത് പോലെയാണോ, അല്ലെങ്കിൽ എൻ്റെ പെട്ടെന്ന് സൗണ്ടിൽ ഒരു ഇടർച്ച വന്നതുപോലെ സ്ത്രീകൾക്ക് പറ്റുന്ന പോലെ സൗണ്ട് ആയി പോകുന്നുണ്ടോ, ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊക്കെ നമുക്കൊക്കെ ആ ഒരു ചിന്ത വരും. പക്ഷേ ഇത് എപ്പോഴോ വന്ന ആ ഒരു ചിന്തയെ അതിങ്ങനെ ആലോചിച്ച് അതിനെ വളർത്തി വലിയൊരു ചിന്തയാക്കിയിട്ടാണ് അയാളിപ്പം മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നായിരുന്നു, അതിപ്പോൾ എത്തി നിൽക്കുന്നത് തൻ്റെ മൊത്തം കംപ്ലീറ്റ് തൻ്റെ ഐഡൻറ്റിറ്റി തന്നെ ഒരു പെണ്ണിൻ്റെതായിട്ട് മാറുന്നുണ്ടോ എന്നുള്ള നിലക്കായിരുന്നു. വളരെ വലിയ സങ്കടത്തിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. കാരണം ഇത് എന്താണ് ചെയ്യാൻ പറ്റുക, എവിടെയാണത് ചികിത്സിക്കേണ്ടത് കൂടി അയാൾക്കൊരു ഒരു ധാരണയുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ OCDയുടെ വൈബോക്സൊക്കെ എടുത്ത് നോക്കിയ സമയത്താണ് ഇതല്ലാത്ത വേറെയും കുറേ ലക്ഷണങ്ങളൊക്കെ, വേറെയും ഒബ്സഷൻസൊക്കെ ഇയാൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ കുറിച്ചുള്ള കൃത്യമായ ധാരണകൾ നമ്മൾ കൊടുക്കുകയും നല്ലൊരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുകയും പിന്നെ ഒബ്സഷൻസിന് എങ്ങനെ മാനേജ് ചെയ്യണം, ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ എല്ലാവർക്കും വരുന്നതാണോ, ഇതെന്തുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്, നിങ്ങളിപ്പോൾ ഈ ചിന്തകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന മെത്തേഡുകൾ അതൊന്നും എന്തുകൊണ്ടാണ് വർക്ക് ചെയ്യാത്തത്, ഈ മെത്തേഡുകൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് സ്ട്രോങ് ആയിട്ട് വീണ്ടും ഈ ചിന്തകൾ വരുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കൃത്യമായ സൈക്കോ എഡ്യൂക്കേഷനാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ തന്നെ ഇയാൾക്ക് കൊടുക്കുക. അപ്പോൾ അതൊക്കെ കൊടുത്തു. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഒബ്സഷൻസ് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ, പിന്നീട് അയാൾ ഈ ഒരു ചിന്തകൾ കാരണമായിട്ട് അയാൾ വളർത്തിക്കൊണ്ടുവന്ന ചില കമ്പൽസീവായിട്ടുള്ള ആക്ഷൻസ്, അതേപോലെ അവോയ്ഡൻസ് ബിഹേവിയർ, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും ഇതിനൊക്കെ വേണ്ട രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും കൂടി ചെയ്തതോടുകൂടി വെറും 3 സെഷൻസ് കൊണ്ട് തന്നെ ഇയാളുടെ സിംറ്റംസിനൊക്കെ നല്ലൊരു റിഡക്ഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെന്നൊക്കെ പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പലപ്പോഴും നമുക്കിത് പങ്കുവെക്കാൻ പറ്റുന്നുണ്ടാവില്ല. ആരോടാണ് ഇതൊക്കെ പറയുക? തൻ്റെ തലയിൽ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ആണെന്ന് വരുമ്പോൾ ആരാണ് ചിന്തിക്കാത്തത്, ഇയാൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്തോ ഒരു മാനസിക രോഗമൊക്കെ ഉണ്ടല്ലോ എന്ന് പലപ്പോഴും ആൾക്കാർ ചിന്തിക്കും. അപ്പോൾ ആ ഒരു പേടിയുള്ളത് കൊണ്ട് തന്നെ കാലങ്ങളായിട്ട് ഈ ഭാരങ്ങളൊക്കെ വലിയ തോതിൽ സ്വന്തം തലയിൽ തന്നെ ചുമന്ന് നടക്കുകയാണ് ചെയ്യുക. അതൊരു കൗൺസിലറുടെ അടുത്ത് പോയി പറയുമ്പോഴാണ് ഇത് ഇത്രയേ ഉള്ളൂ, വെറും OCD ആയിരുന്നോ, ഒബ്സഷൻസ് ആയിരുന്നോ എന്നുള്ള നിലക്ക് അപ്പോഴാണ് അവർക്കൊക്കെ ഒരു ആശ്വാസം വരിക. അപ്പോൾ ഈ നിലക്ക് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ടെന്നാണ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ പറയുന്നത്. ഇത്തരത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ബുദ്ധിമുട്ടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കായി ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വെറും ഈ 2-3 സെഷൻസ് കൊണ്ട് തന്നെ നല്ലൊരു റിഡക്ഷനിലേക്ക് നമ്മളെ എത്തിക്കാൻ പറ്റുന്നതാണ്. വെറുതെ ഒരുപാട് കാലം ഈ ബുദ്ധിമുട്ടുകളും പേറി നമ്മളൊക്കെ ജീവിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതായാലും നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്